നാം എല്ലാവരും വിവിധ പ്രായക്കാരാണ്. കുട്ടികളായവരും ചെറുപ്പക്കാരായവരും മധ്യവയസ്കരായവരും വാർദ്ധക്യത്തിലായവരും ഇതിൽപ്പെടുന്നു. ഉള്ള കാര്യം പറഞ്ഞാൽ ആർക്കും തന്നെ പ്രായമാകാൻ ആഗ്രഹമില്ല. അതേസമയം തന്നെ ചെറുപ്പത്തിൽ മരിക്കാനും ആരും തയ്യാറല്ല. പ്രായമാകുന്നതിനെക്കുറിച്ച് ഡഗ്ലസ് മാക്അർതറിൻ്റെ ഒരു വാചകം ഇങ്ങനെ: നോബഡി ഗ്രോസ് ഓൾഡ് ബൈ മിയർലി ലിവിങ് എ നമ്പർ ഓഫ് ഇയേഴ്സ്. ഏറെ വർഷങ്ങൾ ജീവിച്ചതുകൊണ്ട് ആരും പ്രായമാകില്ല. പീപ്പിൾ ഗ്രോ ഓൾഡ് ഓൺലി ബൈ ഡെസേർട്ടിങ് ദെയർ ഐഡിയൽസ്. ആദർശങ്ങൾ ഉപേക്ഷിക്ക നിമിത്തമാണ് ആളുകൾ പ്രായമാകുന്നത്. ഇയേഴ്സ് മേ wrinkle the skin, but to give up interest in life and living wrinkles the soul. വർഷങ്ങൾ ചർമ്മത്തെ ചുളിവുകളാക്കിയേക്കാം, പക്ഷെ ജീവിതത്തോടുള്ള താല്പര്യം ഉപേക്ഷിക്കുന്നത് ആത്മാവിനെ ചുളിവുകളാക്കുന്നു. ഉത്കണ്ഠ, സംശയം, ആത്മവിശ്വാസക്കുറവ്, ഭയം, നിരാശ ഇവയാണ് വളരുന്ന ആത്മാവിൻ്റെ തല കുനിയിപ്പിക്കുന്നത്. നാം എത്രത്തോളം പ്രായമായി എന്നതിനേക്കാൾ എങ്ങനെയായി എന്നത് വളരെ പ്രധാനമായി ചിന്തിക്കേണ്ടതുണ്ട്. വേദപുസ്തകാടിസ്ഥാനത്തിൽ 4 വിധത്തിലാണ് നാം പ്രായമാകേണ്ടിയതെന്നാണ് ഒരിടത്ത് വായിച്ചത്. 1, ഗോഡ് വാണ്ട്സ് us to grow old wisely. നാം ജ്ഞാനപൂർവം വൃദ്ധരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു. ഇയ്യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം: വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവുമുണ്ട്. ജീവിതത്തിൽ നാം പഠിച്ച കഷ്ടപ്പാടുകളുടെയും വിജയപരാജയത്തിൻ്റെയും പാഠങ്ങൾ യുവതലമുറയ്ക്ക് ജ്ഞാനത്തോടെ കൈമാറണം. 71-ാം സങ്കീർത്തനം 17-18 വാക്യങ്ങൾ: ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്ന് വരെ ഞാൻ നിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചുമിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. 2, ഗോഡ് വാണ്ട്സ് us to grow old righteously. നാം നീതിപൂർവം വാർദ്ധക്യം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം: നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു, നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. നാം പ്രായമാകും തോറും ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് കൂടുതൽ അടുത്ത് വരുന്നവരായിരിക്കണം. 3, ഗോഡ് വാണ്ട്സ് us to grow old in serving him. ദൈവത്തെ സേവിക്കുന്നതിൽ നാം വൃദ്ധരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 84-ാം വയസ്സിലും ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്ന ഒരു ഹന്ന പ്രവാചികയെപ്പറ്റി ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഒരുപക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക മാത്രമായിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ ശക്തിയെ നാം കുറച്ച് കാണരുത്. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീനെന്നും ഇടവിടാതെ പ്രാർത്ഥിപ്പീനെന്നും നാം തിരുവചനത്തിൽ കാണുന്നു. 4, ഗോഡ് വാണ്ട്സ് us to grow old trusting him. നാം അവനിൽ വിശ്വസിച്ച് പ്രായമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 46-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം: നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ഡിയർ ഫ്രണ്ട്സ്, നാം ഈ ഭൂമിയിൽ തുടരുന്നിടത്തോളം കാലം എല്ലാവരും വൃദ്ധരാകും. നാം വൃദ്ധരായാലും
നമ്മുടെ ആത്മാവ് എപ്പോഴും ചെറുപ്പമായിരിക്കട്ടെ. കാലേബ് പറഞ്ഞതുപോലെ നമുക്കും ഇന്ന് ഇങ്ങനെ പറയാം, ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശെ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. എബ്രഹാം ലിങ്കൺ പറഞ്ഞതത്രേ, ഇൻ ദി എൻഡ് ഇറ്റ് ഈസ് നോട്ട് ദി ഇയേഴ്സ് ഇൻ യുവർ ലൈഫ് ദാറ്റ് കൗണ്ട്, ഇറ്റ് ഈസ് ദി ലൈഫ് ഇൻ യുവർ ഇയേഴ്സ്. ഒടുവിൽ നിങ്ങളുടെ ജീവിതത്തിലെ വർഷങ്ങളല്ല കണക്കാക്കുന്നത്, നിങ്ങളുടെ വർഷങ്ങളിലെ ജീവിതമാണ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.